ആന്റണി സർക്കാരോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയോ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരിൽ മന്ത്രിമാർക്കോ എന്തിന് കോൺഗ്രസിലെ നേതാക്കൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഗൃഹസന്ദർശനം നടത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, 2-3 വിഷയങ്ങൾ പറയാം. ഒന്ന്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരിൽ UDFന്റെ കാലത്ത് ഇതേപോലെ ഗൃഹസന്ദർശനം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം, പെൻഷൻ എവിടെ മക്കളെ? മാസത്തെ 8 മാസത്തെ പെൻഷൻ എവിടെ? ചിലയിടങ്ങളിൽ 18 മാസത്തെ പെൻഷൻ എവിടെ? ചിലയിടങ്ങളിൽ 11 മാസത്തെ പെൻഷൻ എവിടെ? പെൻഷൻ കൊടുക്കാൻ പറ്റാതെ കോൺഗ്രസ്സുകാരൊന്ന് വീർക്കൂലായിരുന്നോ? പക്ഷെ ഇപ്പോ ഈ LDF സർക്കാരിന്റെ കാലത്ത് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു വീട്ടിലെയും മുത്തശ്ശി ചോദിക്കൂല, ഒരു വീട്ടിലെയും മുത്തശ്ശനും ചോദിക്കൂല, ഒരു വീട്ടിലെയും തൊഴിലുറപ്പ് തൊഴിലാളിയും ചോദിക്കൂല ഈ പെൻഷൻ കിട്ടിയില്ലല്ലോ, കുടിശ്ശിക എത്രയുണ്ട് എന്ന്. സന്തോഷത്തോടുകൂടി 2000 ആക്കിയിട്ടുണ്ട്, 2500 ആക്കുമെന്ന് വാഗ്ദാനമുണ്ട്. കേന്ദ്രം നമ്മളെ ഞെരുക്കിയത് എന്താണെന്ന് വിശദീകരിക്കും എന്നതാണ് പറയുന്നത്. ഇനി രണ്ടാമത്, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ പറ്റുമായിരുന്നോ? ഈ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ, ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊച്ചു പിള്ളേരുണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്. UDFന്റെ സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇതേപോലെ ഡിസംബർ മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു ഗൃഹസന്ദർശനം നടത്തിയ പിള്ളേർ ചോദിക്കും, മാമ ഞങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം എവിടെ? പുസ്തകം എവിടെ? അന്ന് അബ്ദുറബ്ബ് നൽകിയ ഏറ്റവും നല്ല വിശദീകരണം എന്താണെന്ന് അറിയാമോ? ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകപടി കുറച്ച് വൈകി. അല്ലെങ്കിൽ ഇത് ഒടുവിൽ എന്താ ചെയ്തത്? വിദ്യാഭ്യാസ വകുപ്പിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം, ഏതെങ്കിലും ഒരു മാസം പാഠപുസ്തകങ്ങൾ വൈകിട്ടുണ്ടോ? നേരത്തെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ? പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ SCRT അതും നോക്കൂ, കേന്ദ്രത്തോട് പോരടിച്ച് സ്പെഷ്യൽ സപ്ലിമെന്റ് ഇറക്കി. ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം, അതായത് നേരത്തെ നിശ്ചയിച്ച പാഠപുസ്തകങ്ങൾക്ക് പകരം അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെന്റ് പാഠപുസ്തകം പോലും ഇറക്കിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പവർക്കട്ട് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? അത് ആര്യാടൻ മുഹമ്മദിന്റെ കാലം, ഇത് കൃഷ്ണൻകുട്ടിയുടെ കാലം, ഇത് പിണറായി സർക്കാരിന്റെ കാലം. 10 വർഷം കേരളത്തിലെ പുതിയ തലമുറയിലെ കുട്ടിക്ക് പവർ കട്ട് എന്ന വാക്കറിയില്ല, ലോഡ് ഷെഡിംഗ് എന്ന വാക്കറിയില്ല. എങ്ങനെ നിങ്ങൾ പോയി വോട്ട് ചോദിക്കും? വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമിതി പോയി ചോദിക്കൂലേ? ഇനി അവിടെ ഗൃഹസന്ദർശനത്തിൽ ചെല്ലുമ്പോൾ സർക്കാർ ആശുപത്രി പോയി ചികിത്സ തേടാൻ പറ്റാതെ എങ്ങനെയാണ് അവിടുത്തെ സ്കാനിംഗ് മെഷീനുകൾ തുരുമ്പഴിച്ചും അവിടുത്തെ വേണ്ടത്ര ഡോക്ടർമാരെ ഇല്ലാതെയും ശിവകുമാറിന്റെ കാലത്ത് സർക്കാർ ആശുപത്രി എങ്ങനെ കുത്തൊഴിഞ്ഞു കിടന്നു എന്നത് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ഇപ്പൊ അങ്ങനെയാണോ സർക്കാർ ആശുപത്രികൾ കിടക്കുന്നത്? കാത്ത് ലാബുകളില്ലാത്ത ജനറൽ ആശുപത്രികൾ ചുരുക്കമല്ലേ? മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു വരികയല്ലേ? പൂർണ്ണമായിട്ടും സുസജ്ജമായില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. എങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോയില്ലേ? എങ്ങനെയാ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയുക? LDFന്റെ ഈ പ്രവർത്തകർ പോകുന്നത് പോലെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗൃഹസന്ദർശനം നടത്താൻ പറ്റുമോ? ഞാൻ പറയും പറ്റില്ല. നമ്മുടെ മുന്നിൽ വസ്തുതയുണ്ട്.